ഇനി മറ്റു ചില വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിധിയെ തുടർന്ന് KSRTCയിൽ നിന്ന് ഏതാണ്ട് 6000-ഓളം എംപാനൽ ജീവനക്കാരെ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റയടിക്ക് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരുപക്ഷെ കേരളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കൂട്ടപ്പിരിച്ചുവിടലുകളിൽ ഒന്നായിരിക്കും ഇത്. ഒരു സ്ഥാപനത്തിൽ നിന്ന് ഏറ്റവും അധികം തൊഴിലാളികളെ പിരിച്ചുവിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആദ്യമായിട്ടായിരിക്കും, അപൂർവമായിട്ടായിരിക്കും. 6000 പേരെ പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ 6000 കുടുംബങ്ങളിലെ വരുമാനം നിലയ്ക്കുക എന്നാണ് അർത്ഥം. ഏത് സാഹചര്യത്തിലാണെങ്കിലും, ഏത് നിയമപ്രശ്നത്തിൻ്റെ പേരിലാണെങ്കിലും 6000 തൊഴിലാളികളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ 6000 കുടുംബങ്ങളിലേക്കുള്ള അവരുടെ പ്രതിദിന വരുമാനം, അന്നത്തെ അപ്പത്തിന് വേണ്ടിയുള്ള വരുമാനം നിലച്ചു പോവുക എന്നാണ് അർത്ഥം. അവരെ പുനരധിവസിപ്പിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? കരാർ ജീവനക്കാരാണ്, താൽക്കാലിക ജീവനക്കാരാണ്, എംപാനൽക്കാരാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കാൻ ഭരണകൂടത്തിന് സാധിക്കും? ഇത്തരം നിരവധി ചോദ്യങ്ങൾ ഇതിൽ ഉയരുന്നുണ്ട്. ഒരുപക്ഷെ ആ പിരിച്ചുവിടപ്പെട്ട തൊഴിലാളികളുടെ ഒരു വൈകാരികാവസ്ഥ, മാനസികാവസ്ഥ അതിലും ഭീകരമായിരിക്കും. 10-15 വർഷമായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണവർ. അതൊരു സർക്കാർ സ്ഥാപനം കൂടിയാണ്. എന്തായാലും മീഡിയ വൺ അത്തരം ആളുകളെ തേടിയെത്തി. അവരുടെ വാക്കുകൾ കേൾക്കാൻ മീഡിയ വൺ അവരിലേക്ക് മൈക്കും ക്യാമറയുമായി ചെന്നു. അത്തരം ചില പ്രതികരണങ്ങളിലേക്ക്. യോഗത്തിലെടുത്ത കുറച്ച് തീരുമാനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ജീവിക്കാനുള്ള അവകാശം പൊതുസമൂഹത്തിലേക്ക് കൂടി അറിയിക്കുന്നതിന് വേണ്ടിയും കണ്ട് ഞങ്ങൾ 19-ാം തീയതി എംപാനൽ ജീവനക്കാർ കുടുംബസമേതം ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ലോങ് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് പൊതുസമൂഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ പിൻവാതിൽ നിയമനം അല്ല എന്നുള്ളതാണ്. ഇപ്പം കോർപ്പറേഷനായാലും സർക്കാർ ആയാലും പൊതുസമൂഹമായാലും കാണുന്നത് ഞങ്ങൾ പിൻവാതിലിലൂടെ കയറി വന്ന ആളുകൾ എന്നുള്ള നിലക്കാണ്. ഞങ്ങൾക്ക് തുറന്നു പറയാനുള്ളത്, പ്രൈവറ്റ് മേഖലയിൽ 99% ആളുകളും പ്രൈവറ്റ് ബസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെ എംപ്ലോയ്മെൻറ്റ് മുഖാന്തരം രജിസ്റ്റർ ചെയ്ത് വിളിച്ചു വരുത്തി കൊടും ചതിയാണ് ഞങ്ങളോട് ചെയ്തത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജോലി കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റും. ഞാൻ കുറച്ച് സെൻറ്റിമെൻ്റലാണ്, അതോട് ഞാൻ കരഞ്ഞോളും. ഇനി വേറൊരു ജോലി ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാനില്ല. KSRTCയിൽ ഞങ്ങൾ തൊഴിലാളികൾ, എംപാനൽ തൊഴിലാളികൾ ഒരു പെർമനൻ്റുകാരനെ അപേക്ഷിച്ചിട്ട് ചുരുങ്ങിയ അതിൻ്റെ 3/4 ഭാഗം ജോലിക്ക് കൂലി. അതുകൊണ്ട് തന്നെ ഒരു ജീവനക്കാരൻ്റെ ഇടുന്ന എത്രയോ പൈസ KSRTCക്ക് ലാഭം കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മാസത്തിൽ ഒരു 40 ലക്ഷം രൂപയെങ്കിലും KSRTCക്ക് ഞങ്ങളെ കൊണ്ട് ലാഭം ഉണ്ടാകുന്ന ആളുകളാണ് ഞങ്ങൾ. എങ്ങനെ ലാഭമുള്ള ഞങ്ങൾ എന്തിനാണ് പിരിച്ചുവിടുന്നത്? KSRTC ഇതുവരെ പുനരുദ്ധാരണം നടത്തുന്നുണ്ട്, സിംഗിൾ ഡ്യൂട്ടി ആക്കി. ഇതൊക്കെ ലാഭത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലാഭത്തിലാക്കാൻ പോകുമ്പോൾ ഞങ്ങൾ എന്തിനാണ് പിരിച്ചുവിടുന്നത്? അല്ല, ഇതായിരുന്നു ഒരു വരുമാന മാർഗം. ഇനി എത്ര നാളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്? 9 വർഷം കഴിഞ്ഞു. ഡെയിലി ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഇതായിരുന്നു ഒരു മാർഗം ഉണ്ടായിരുന്നത്. 35 ദിവസത്തോളം ഇവിടെ പണിയെടുക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് പറഞ്ഞു ഇവിടെ ഡ്യൂട്ടി ഫിനിഷ് ചെയ്യണം, നിങ്ങൾക്ക് പണിയില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇന്ന് നാട്ടിലേക്ക് പോകാൻ വേണ്ടി പാസും തരില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന IB ഇല്ല, നൈറ്റ് ബാലൻസും. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. 12-ാം തീയതി ഇങ്ങോട്ട് വന്ന് 13-ാം തീയതി രാവിലെ ഇവിടെ എത്തി. കഴിഞ്ഞ മാസം അന്ന് ഇങ്ങോട്ട് വന്ന് അതിൻ്റെ IB ഇല്ല, നൈറ്റ് ബാലൻസും ഇല്ല. ഇതിന് പൈസയും കൊടുത്തിട്ട് വേണം നമ്മൾ കണ്ണൂരേക്ക് തിരിച്ചു പോകാൻ. ബസ് സർവീസ് ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ബസ് ഇവിടെ ഉണ്ട്. RPC എടുത്തോണ്ടിട്ടൊന്ന് ജീവിതത്തിന് മാർഗം വേറെ എന്താ പണിയെടുക്കുക. അത് പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഡ്യൂട്ടി ഫിനിഷ് ചെയ്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നാളെ മുതൽ നിങ്ങൾ വരണ്ട, ഇങ്ങനെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. അപ്പം നാളെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ 40-40 വയസ്സ് കഴിഞ്ഞ് ഞങ്ങളെ സുഹൃത്തുക്കളൊക്കെ 40-45 വയസ്സായ ആളുകളുണ്ട്. എന്ത് ചെയ്യും? KSRTC പൊതുമേഖലയിൽ നിലനിർത്തണമെന്ന് മുറവിളി ഉയരുമ്പോൾ അതിന് ന്യായീകരണമായി പലരും പറയാറുള്ളത് അത് ഏറ്റവും വലിയൊരു തൊഴിൽദാതാവാണ് സംസ്ഥാനത്തേതെന്നാണ്. എന്ന് മാത്രമല്ല, ലാഭകരമായ ആ സ്ഥാപനം നടത്താൻ കഴിയില്ല എന്ന വാദം ഉയരുമ്പോഴും ഇത്തരം പൊതുഗതാഗത സംവിധാനങ്ങൾ ലാഭകരമായി നടത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് മറുവാദം ഉയരാറുള്ളത്. ഇത്തരം വാദഗതികളുടെ മുൻപിൽ പരിശോധിക്കുമ്പോൾ നാം കണ്ട 6000 പേരുടെ കണ്ണുനീരിന് ആരാണ് ഉത്തരം പറയേണ്ടത്? ഇവരെ പുനരധിവസിപ്പിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? ഏത് ഹൈക്കോടതി വിധിയുടെയും നിയമത്തിൻ്റെയും പേര് പറഞ്ഞാണെങ്കിലും 6000 കുടുംബങ്ങളുടെ നിത്യവരുമാന മാർഗം നിലച്ചുപോയൊരു സാഹചര്യം ഇപ്പോഴുള്ളപ്പോൾ ഭരണകൂടം, സർക്കാർ ഇപ്പോൾ തുടരുന്ന മൗനം ഇവരുടെ കാര്യത്തിൽ ലംഘിച്ചേ മതിയാകൂ, ഇതിന് മറുപടി പറഞ്ഞേ മതിയാകൂ എന്നാണ് ഈ കണ്ണീരുകൾ നമ്മോട് പറയുന്നത്.